നമസ്കാരം. ക്രിസ്തുമസ് കാലത്ത് റിലീസ് ചെയ്ത സർവമായ എന്ന സിനിമ അഭൂതപൂർവമായ വിജയക്കുതിപ്പിലേക്ക് മുന്നേറുകയാണ്. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ആഘോഷിക്കുമ്പോഴും 180 കോടിയിലേറെ കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും തിയേറ്ററുകൾ നിറഞ്ഞോടുകയാണ് ഈ സിനിമ. ഇതൊരു അത്ഭുതമായി മാറിക്കഴിഞ്ഞു. ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയുടെ വിജയത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. അഖിൽ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒരു വിജയം വരിക്കുമ്പോൾ അത് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയക്കുതിപ്പാണ് സർവമായ നടത്തുന്നത്. അതുപോലെ തന്നെ ഇത്രയേറെ മനസ്സിൽ പ്രേക്ഷകർ നിവിൻ പോളിയെ സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നോ എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ ചിത്രത്തിൻ്റെ അഭൂതപൂർവമായ വിജയം. ഓരോ ചെറിയ ചലനങ്ങളിലും നിവിൻ പോളിയുടെ സംഭാഷണത്തിൻ്റെ ശൈലിയിലും അജു വർഗീസുമായിട്ടുള്ള ചില കോമ്പിനേഷനുകളിലുമൊക്കെ പ്രേക്ഷകർ വളരെ ആഹ്ലാദത്തോടു കൂടി അത് സ്വീകരിക്കുകയാണ്. നിവിൻ പോളിയെ ഇത്രയേറെ മനസ്സിലേറ്റി പ്രേക്ഷകർ കൊണ്ടു നടന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. കാരണം ഈ നടൻ്റെ ഒരു തിരിച്ചുവരവും കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ആഘോഷിക്കുന്നത്. മലയാള സിനിമയിലെ യുവതാര നിരയിലേക്ക് ഉയർന്നു വന്ന നിവിൻ പോളി ഒട്ടേറെ ഹിറ്റുകളുമായി വന്ന് വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, അങ്ങനെ ഒരു പ്രത്യേക ടീമിനോടൊപ്പം വന്ന് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കി മലയാള കുടുംബ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരനായിരുന്ന ഈ താരം ഇടക്കാലത്ത് ഒന്ന് ഒരു മങ്ങലേറ്റു. ചിത്രങ്ങളുടെ പരാജയവും പിന്നെ ഇതുപോലെ പെട്ടെന്ന് പൊടുന്നനെ വളർന്നു വരുന്ന താരത്തിന് ചില നിലപാടുകൾ, ചില കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്, സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത ഉണ്ടായിരുന്നിട്ട് പോലും ഈ നടൻ്റെ ഗ്രാഫ് ഇടക്കാലത്ത് താഴേക്ക് പോയി. ആദ്യഘട്ടത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ വരുന്ന ഒരു താരം എന്നുള്ള ഒരു പദവിയിലേക്ക് ഉയർന്നു വന്ന ഈ നടൻ ഇടക്കാലത്ത് വളരെ മങ്ങിയപ്പോൾ ശരിക്കും പ്രേക്ഷകർക്കും വിഷമമായിരുന്നു. എന്ത് സംഭവിച്ചു, ഈ നടൻ എന്ത് സംഭവിച്ചു? അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സർവമായ എന്ന ചിത്രത്തിലെ ഈ കഥാപാത്രം. സർവമായയുടെ വിജയം മലയാള സിനിമയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അഖിൽ സത്യൻ ഉടൻ തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. മോഹൻലാലിൻ്റെ ഡേറ്റ് അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഇൻഡസ്ട്രിയിലെ സംസാരം. കാരണം സത്യൻ അന്തിക്കാട് മുൻനിര സംവിധായകരുടെ ഇടയിൽ പോയ കാലത്തെ സംവിധായക നിരയിൽ സത്യൻ അന്തിക്കാട് മാത്രമാണ് ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി മോഹൻലാലിൻ്റെ ഡേറ്റുകൾ കിട്ടുന്ന ഒരു സംവിധായകൻ. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടിൻ്റെ മകനും ആ ഒരു ശ്രേണിയിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂറ്റിയാണ്, ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ഇതിനകത്ത് സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ രചനയും എഡിറ്റിങ്ങും ലും പങ്കാളിയായിരിക്കുന്നു. അപ്പോൾ ഒരു പൂർണ്ണമായ സിനിമ, ആ സംവിധായകൻ്റെ ഒരു വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും എല്ലാം പൂർണ്ണമായി തെളിയിക്കപ്പെട്ട ഒരു സിനിമ എന്നുള്ള വിലയിരുത്തലാണ് ഈ സർവമായയുടെ വിജയം കുറിക്കുന്നത്. സർവമായയുടെ വിജയത്തിന് പിന്നിലുള്ള മറ്റൊരു ഘടകം ഇതിലെ ഈ കഥാ തിരഞ്ഞെടുപ്പാണ്. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ കാണുമ്പോൾ കുടുംബ പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി ഈ സിനിമ കാണുമ്പോഴും ഉണ്ടാകുന്നു. അത്തരം ചില ഫ്രെയിമുകളും ചില നാട്ടിൻ പുറങ്ങളും വീടിൻ്റെ അകത്തളങ്ങളും ഒക്കെ അഖിൽ സത്യൻ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ആധുനികമായ പുതിയ കാലഘട്ടത്തെ സമന്വയിപ്പിക്കുന്ന കഥാരീതികളും ചേർത്ത് വച്ചിരിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ ചിത്രത്തിലെ ഒരു പ്രേതത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. മലയാള സിനിമ പ്രേക്ഷകർ ഒരു ഗോസ്റ്റുമായി നായക കഥാപാത്രം സംസാരിക്കുമ്പോൾ ഒരു സാധാരണ സംഭവം പോലെ വളരെ രസകരമായ സിറ്റുവേഷനിലൂടെ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. അത്തരം ഒരു സന്ദർഭം അത് ആ പിരിമുറുക്കം ഒട്ടും കുറയാതെ തന്നെ അത് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് ഈ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ അത് വളരെ രസകരമായി. പണ്ടൊക്കെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിൽ പത്മരാജൻ സ്വീകരിച്ചിട്ടുള്ളൊരു ശൈലിയാണ് ഈ ഗോസ്റ്റായിട്ട് നിതീഷ് ഭരദ്വാജ്, അന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ പരിവേഷം ഉണ്ടായിരുന്ന നിതീഷ് ഭരദ്വാജിനെയാണ് ഗന്ധർവനായിട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹം കാസറ്റ് കടയിൽ പോകുന്നതും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാതിരിക്കുകയും നായികയ്ക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നതും ആയിട്ടുള്ള കുറേ രംഗങ്ങളൊക്കെ അന്ന് ഗന്ധർവനിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തെ പ്രേക്ഷകരുടെ സമീപനമല്ല ഇന്ന് ആ ഗോസ്റ്റിനോടുള്ള ഒരു സമീപനവും ആ സംഭാഷണവും ഒക്കെ
അവർ അതേപോലെ സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. അത് അത്തരം റിസ്കുകളൊന്നും സംവിധായകനില്ല. അപ്പോൾ അന്ന് നിതീഷ് ഭരദ്വാജിൻ്റെ ആ ഞാൻ ഗന്ധർവൻ, അതിന് പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ പ്രതീക്ഷിച്ച പോലെ അങ്ങ് കൊട്ടിഘോഷിക്കപ്പെട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ലോക എന്ന് പറയുന്ന സിനിമയിൽ ഗോസ്റ്റ് വന്ന് വളരെ കൂളായിട്ട് ആളുകളുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭങ്ങൾ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിലെ ഗോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് റിയാലിറ്റിയോടുകൂടി, എന്നാൽ അത് ഒരു സംവിധായക മികവാണ്. പിന്നെ അതുപോലെ ഇത്തരം ഒരു കഥാപാത്രം, ഒരു കുടുംബ തന്ത്രികളുടെ ഒരു കുടുംബ പശ്ചാത്തലം, അപ്പോൾ അതൊക്കെ വളരെ, പിന്നെ അജു വർഗീസിൻ്റെ സാന്നിധ്യം, പിന്നെ ജനാർദ്ദനെ പോലുള്ളൊരു നടൻ്റെ ഒരു ഓവറാൾ പെർഫോമൻസ്, ഇതെല്ലാം നമുക്ക് ചിലപ്പോഴൊക്കെ സത്യനന്ദിക്കാടിൻ്റെ ഒരു കുടുംബ ചിത്രം കാണുന്നതിൻ്റെ ഒരു മൂഡ് പ്രേക്ഷകന് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ കഥാപാത്രവും അച്ഛൻ്റെ കഥാപാത്രം ചെയ്യുന്ന രഘുനാഥ് പലേരിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതൊക്കെ രഘുനാഥ് പലേരിയൊക്കെ വളരെ 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 ഉദാത്തമായ രീതിയിലാണ്. അതൊക്കെ ഒരു ഫാമിലി പ്രേക്ഷകന്, കുടുംബ പ്രേക്ഷകന് ഈ സിനിമയെ അടുപ്പിച്ചു നിർത്തുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രായത്തിലുള്ളവരും, ഇപ്പോൾ ഈ ഇടക്കാലത്തൊക്കെ വലിയ കോടികളുടെ ക്ലബിൽ വന്ന സിനിമകൾ 50 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണുന്നു, ചെറുപ്പക്കാർ മാത്രം കാണുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് പ്രായഭേദമന്യേ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഈ പ്രേമം, വടക്കൻ സെൽഫി തുടങ്ങി അങ്ങനെ കുറേ ഹിറ്റ് സിനിമകളിൽ നായകനായിരുന്ന നിവിൻ പോളി അക്കാലത്ത് നിർമ്മാതാക്കളുടെ തള്ളിക്കയറ്റം, സിനിമകളുടെയും കഥകളുടെയും തള്ളിക്കയറ്റം, ഇതൊക്കെ ഒരു ഭാരമായിരുന്നു അദ്ദേഹം സ്വയം വെട്ടിത്തെളിച്ചു വന്ന പാതയിലൂടെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടനായി, താരമായി മാറിയ ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വലിയൊരു വളർച്ചയിൽ അത് പല കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യുന്നതിലും പലതിലും മനസ്സിലാക്കുന്നതിലും ഒക്കെ പുള്ളിക്ക് തന്നെ അത് ഒരു പ്രയാസമായി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമാണ് ഇടയ്ക്ക് ഈ താരത്തിൻ്റെ പ്രഭ മങ്ങിപ്പോകാൻ കാരണം. അദ്ദേഹം അവസാനം വെബ് സീരീസിലൊക്കെ അഭിനയിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. പക്ഷേ അതിൽ നിന്നെല്ലാമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇത്തരം വലിയ താരങ്ങൾക്ക്, വലിയ മുഖശ്രീയുള്ള താരങ്ങൾക്ക് ഇത്തരം ഓരോ ഘട്ടങ്ങളിൽ, ഓരോ പതിറ്റാണ്ടുകൾക്കിടയിൽ, 10 വർഷം 12 വർഷത്തിനിടയിൽ ചില അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു വീഴ്ചയിൽ നിന്ന് ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിവിൻ പോളിക്ക് ഈ സർവ്വമായയിലെ ഈ കഥാപാത്രം നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കൊച്ചു ഭാവങ്ങളൊക്കെ പ്രേക്ഷകൻ ഭയങ്കരമായിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അജു വർഗീസും ഈ നിവിൻ പോളിയുമായിട്ടുള്ള കോമ്പിനേഷൻസ്, ജനാർദ്ദനുമായിട്ടുള്ള കോമ്പിനേഷൻസ്, അച്ഛനും മകനുമായിട്ടുള്ള കോമ്പിനേഷൻസ്, അതുപോലെ തന്നെ ആ കാമുകി, അപ്പോൾ ഒരു പ്രണയകഥ പോലെയായി. ഒരു ഘട്ടത്തിൽ ഇതൊരു കുടുംബ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു പ്രണയകഥയുടെ എല്ലാ മൂഡും എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിൽ. ആ പ്രണയത്തിൻ്റെ തീവ്രത എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ ഈ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ പ്രണയരംഗങ്ങൾ, ഇത് ഗോസ്റ്റ് ആണെങ്കിൽ പോലും ഇതിലെ പ്രണയരംഗങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് മായ എന്ന് പറഞ്ഞ ഇതിലെ നായിക കഥാപാത്രം മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൽ പുതുതലമുറയെ ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം. ഡെലുലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ശൈലികൾ, ഇതൊക്കെ അഖിൽ സത്യൻ ഭംഗിയായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ വിജയക്കൂട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സാധ്യ എന്ന് പറയുന്ന പ്രീതി മുകുന്ദൻ, അവരുടെ ആ താരത്തിൻ്റെ, ആ നടിയുടെ അഭിനയവും എടുത്തു പറയേണ്ടതാണ്. മലയാള സിനിമയ്ക്ക് ഒരു തനതായ ഉണർവ് നൽകിയിരിക്കുകയാണ്. കാരണം വലിയ സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ, സൂപ്പർ സംവിധായകരില്ലാതെ, വലിയ ബഡ്ജറ്റില്ലാതെ, എന്നാൽ വളരെ മനോഹരമായ കഥയും തിരക്കഥയും ഒരുക്കിക്കൊണ്ട് ഒരു സിനിമയിലെ ഒരു പ്രത്യേകതരമായ ഒരു ശൈലിയിലുള്ളൊരു വിജയമായി ഇത് കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി, സത്യനന്ദിക്കാടിൻ്റെ പൈതൃകം പേറുന്ന മകൻ ഇത്തരം ഒരു വിജയത്തിലേക്ക് വന്നത് മലയാള സിനിമയ്ക്ക് ഗുണകരമാണ്. കാരണം ഇതൊരു തുടർച്ചയാണ്, ആ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഈ വിജയം ആ നടനെ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്ന, അതായത് 180 കോടിയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അത്തരത്തിലേക്ക് ഈ സിനിമ കടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിവിൻ പോളിക്കുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയുള്ള കഥാപാത്രങ്ങളും കഥയും ഒക്കെ ചൂസ് ചെയ്യുന്നതിന് ഒരു സാവകാശവും തഞ്ചവും ഒക്കെ സ്വീകരിക്കാം. അതനുസരിച്ച് അദ്ദേഹത്തിന് സിനിമകൾ ചെയ്യാം. അദ്ദേഹത്തിന് കൂടുതൽ അങ്കലാപ്പിൻ്റെ ആവശ്യമില്ല. അതാണ് ഈ വിജയം നിവിൻ പോളിക്ക് സമ്മാനിച്ചത്.